കടൽ കടന്നെത്തുന്ന മധുരപ്പഴങ്ങളുടെ മേളമാണ് ഇപ്പോൾ പഴവിപണിയിൽ കാണാൻ സാധിക്കുന്നത്. മലയോര വിപണിയും ഇപ്പോൾ വിദേശ പഴങ്ങൾ കീഴടക്കി കഴിഞ്ഞു. തായ്ലാൻഡ് പേരയ്ക്കയും ദക്ഷിണാഫ്രിക്കൻ സിട്രസും ചൈനീസ് പ്ലംസും തനി നാടൻ പഴങ്ങൾ പോലെ സുലഭമാണിപ്പോൾ. അമേരിക്കയിൽ നിന്നെത്തുന്ന വലിപ്പമേറെയുള്ള മുന്തിരിയും തായ്ലാൻഡിൽ നിന്നുള്ള പിയറും സുലഭമാണ് വിപണിയിൽ. ദക്ഷിണാഫ്രിക്കൻ സിട്രസിന് കിലോയ്ക്ക് 170 രൂപയാണ് വില. ചൈനീസ് പ്ലംസിന് 350. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ചെറിയ ഇനം മധുരനാരങ്ങ പോലെയുള്ള പഴത്തിന് 360. അമേരിക്കൻ മുന്തിരിക്ക് 350. തായ് പിയറിന് 300. തായ് പേരയ്ക്ക 120 രൂപ എന്നിങ്ങനെയാണ് ചെറുപുഴ മാർക്കറ്റിലെ വില. അടയ്ക്കാപ്പൂവൻ പഴങ്ങൾ കർണാടകയിലെ കുടക്, തമിഴ്നാട്ടിലെ ഈറോഡ്, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്നാണ് കൂട്ടുപുഴ വഴി ജില്ലയിലെത്തുന്നത്. തണുപ്പ് തുടങ്ങിയതോടെ നാഗ്പൂരിൽ നിന്നും മധുരനാരങ്ങയും എത്തി. നല്ല നിറവും രുചിയുമുള്ള മധുരനാരങ്ങ അടുത്ത മാസം മുതൽ യഥേഷ്ടം എത്തുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. വൻതോതിൽ നാടൻ റംബൂട്ടാൻ, വലിയ പേരയ്ക്ക, പൈനാപ്പിൾ ഇനങ്ങളും ഡിസംബറോടെ വിപണിയിലെത്തും. നാടൻ ഏത്തക്കായയ്ക്കും ക്ഷാമമാണ്. ജനുവരിയോടെ ഏത്തക്കായ ധാരാളം എത്തും. നാടൻ പഴവർഗ്ഗങ്ങളുടെ വരവ് കുറഞ്ഞ സീസണായതിനാലാണ് വിദേശ പഴങ്ങൾ വിപണിയിൽ ധാരാളം എത്തുന്നത്. രക്തം വർദ്ധിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കിവി പഴത്തിന് ആവശ്യക്കാരേറെയാണ്. 3 എണ്ണം അടങ്ങിയ ഒരു പാക്കറ്റ് കിവിക്ക് 180 രൂപയാണ് വില. വിദേശ പഴങ്ങളായിട്ടുള്ളത് ഇപ്പം ഇത് ഓസ്ട്രേലിയൻ്റെയാണ്. ഇപ്പം വരുന്ന സിട്ര ഇനത്തിൽപ്പെട്ട വിഭാഗം ഓസ്ട്രേലിയയിൽ നിന്നാണ് വരുന്നത്. ഇതും പിന്നെ ചെറിയ ഓറഞ്ച്, ഇതും വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. പിന്നെ അതേപോലെ ഇത് ന്യൂസിലാൻഡിൻ്റെ ആപ്പിളാണ്. അത് ചൈനേൻ്റെ പ്ലമ്മാണ്. അതിൻ്റെ അപ്പുറം എന്നുള്ളത് തായ്ലൻഡിൻ്റെ മുന്തിരിയാണ്. അതിൻ്റെ അപ്പുറം ലെബനൻ്റെ മുന്തിരിയാണ്. ഏറ്റവും ലാസ്റ്റ് കാണുന്ന പച്ച സൈസ് മുന്തിരി ഇതാ തുർക്കീൻ്റെ ആപ്പിളാണ്. ഇത് ഇറാൻ്റെ ആപ്പിളാണ്. മറ്റേത് ഇന്ത്യനാണ്. ബാക്കിയുള്ള ഐറ്റംസ് ഇതെല്ലാം പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. ഈ കാലിച്ചാമരം പ്രദേശത്തുണ്ടാകുന്ന ഡ്രാഗണാണ്. അതും റെഡ് ഇനത്തിൽപ്പെടുന്ന ഡ്രാഗണാണ് ഇവിടെ വിൽപ്പന നടക്കുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നതും തന്നെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന ഈ ഇത്തരം സാധനങ്ങൾക്ക് ആവശ്യക്കാരും കൂടി വരുന്നുണ്ട്. കാരണം അതിൻ്റെ ഗുണവുമുണ്ട്. കാരണം ഇതൊക്കെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ചാണ്. അപ്പം കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ലതാണ്. അതിൻ്റെ ഉള്ളിൽ സീഡില്ലാത്ത ഓറഞ്ചും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഗുണം അതിന് കിട്ടുന്നുണ്ട്. അപ്പം വിദേശ ഫ്രൂട്ടുകൾക്ക് ആവശ്യക്കാർ വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. ഇന്ത്യൻ ഫ്രൂട്ടുകൾ മോശമായിട്ടല്ല. ഇന്ത്യൻ്റെ ഫ്രൂട്ട്, ഈ വിദേശ ഫ്രൂട്ടുകളെല്ലാം പ്രാദേശികമായിട്ട് കൃഷി ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. എന്നിരുന്നാലും ഇപ്പോൾ വിദേശങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് നമ്മളെ ഫ്രൂട്ട് വിപണി കൈയടക്കുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത. പൊന്നഴകും വർണ്ണത്താലണിയും മഞ്ചാടിച്ചേരും നിൻ തിങ്കൾ പുഞ്ചിരിയും ആനന്ദച്ചപ്പിൽ നിന്നെ കാക്കുമീ വാൽ കണ്ണെഴുതേ നാം മഞ്ഞൾ നിറമുള്ള പൊൻവെയിലിൽ തമ്മിൽ കണ്ണാടിയായി നാം മിന്നും പൊന്നഴകും വർണ്ണത്താലണിയും മായുന്ന കിനാവിലെ മാറുന്ന മൺപാതയിൽ ഒന്നും പറയാതെ എങ്ങോ നാം പോയി മറയവേ എന്നാലും എന്തോ തമ്മിൽ നമ്മെ ചേർക്കവേ കാലങ്ങളേറെയായി കാതങ്ങളേറെയായി എന്ന
എന്നാലും മാറാതെ നാം കൈമാറിയിടും മിന്നും നീ താരം നെഞ്ചോട് ചേർത്ത്